കൃഷിയെ സ്നേഹിക്കുന്ന പലരും നഗരങ്ങളിലും മറ്റും സ്ഥലപരിമിതി അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് പച്ചക്കറി ഉൽപാദനത്തിൽ അവർക്കും പങ്കാളികളാവാൻ സാധിക്കുക? ഈ പ്രശ്നത്തിന് പരിഹാരം തേടുകയാണ് ഇനി നാട്ടുപച്ച. ഈ കാണുന്ന ഓരോ ട്രേയും ഓരോ കുഞ്ഞു പാടമാണ്. മണ്ണിലേക്ക് മാറ്റി നടാനായി വിത്ത് മുളപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്നതല്ല ഈ കാണുന്നത്. ട്രേയിൽ തന്നെ മുളപ്പിച്ച്, ട്രേയിൽ തന്നെ വളർത്തി, ട്രേയിൽ തന്നെ വിളവെടുക്കുന്ന ഒരു ന്യൂ ജനറേഷൻ കൃഷിരീതി. കൃഷി ചെയ്യാൻ സ്ഥലമില്ല, സമയമില്ല, പണമില്ല, വെയിലില്ല എന്നൊക്കെ പരാതി പറയുന്നവർക്കുള്ള മറുപടിയാണ് ട്രേകളിലെ ഈ കൃഷിരീതി. കോട്ടയം അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ കൃഷിസ്നേഹി NK ആൻഡ്രൂസാണ് ട്രേയിൽ തന്റെ ആശയം നട്ടു വളർത്തിയത്. പെട്ടെന്ന് ഐഡിയ കിട്ടിയ കാരണം വൻപയർ വാങ്ങിച്ചോണ്ട് വന്ന വഴി വണ്ടിയിൽ നിന്ന് സിറ്റൗട്ടിലേക്ക് എടുത്ത് വെച്ച വഴി പൊട്ടിപ്പോയി, കവർ പൊട്ടിപ്പോയി. ഇത് അടിച്ചു വാരി ഒരു ചകിരിച്ചോറ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ആ ചട്ടിയിലേക്ക് ഇത് വാരിയിട്ടു. 2 ദിവസം നനഞ്ഞിരുന്നു. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നിരപ്പ് ഇങ്ങനെ കിളുത്തു നിൽക്കുന്നു. അതാ സത്യത്തിലെ പെട്ടെന്നൊരു ഐഡിയ ക്ലിക്ക് ചെയ്യാൻ കാര്യം. വെള്ളവും വെയിലും വളവും കീടനാശിനിയും ഒന്നും വേണ്ടാത്ത കൃഷിരീതി, അതാണ് ട്രേയിലെ കൃഷി. മണ്ണ് വേണ്ട, വിയർപ്പൊഴുക്കുന്ന അധ്വാനമില്ല, ഏത് കാലാവസ്ഥയിലും ചെയ്യാം. പരിപാലനത്തിന് അല്പം സമയം മാത്രം മതി. നടിയിലും വളർത്തലും അതീവ ലളിതം. അങ്ങനെ എടുത്തു പറയാൻ ഗുണങ്ങൾ ഏറെയുണ്ട്. ഫംഗിസൈഡോ കീടനാശിനി ഒരു പ്രയോഗവും, ഫംഗിസൈഡും കീടനാശിനി ഇല്ലാതെ നമുക്കൊരു സാധനം മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി മുതൽ പഴം വരെ കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പച്ചക്കറി നമുക്കെല്ലാവർക്കും പ്രയോജനമായിരിക്കും എന്ന് തോന്നിയാണ് ഇതിന്റെ തുടക്കം. ഈ കൃഷി എങ്ങനെ ചെയ്യാമെന്ന് ആൻഡ്രൂസ് നമുക്ക് കാണിച്ചു തരും. ചെടി വളർത്താൻ വേണ്ടത് ചകിരിച്ചോറാണ്. ഇതുപോലെ അമർത്തി കട്ടയാക്കിയ രൂപത്തിൽ പല അളവിൽ ചകിരിച്ചോറ് വാങ്ങാൻ കിട്ടും. വെള്ളം നനച്ച് അല്പനേരം ചകിരിച്ചോർ കട്ട സൂക്ഷിക്കുക. ചകിരി വികസിച്ച് തരിയായി കിട്ടും. വെള്ളം വാർന്ന ശേഷമുള്ള ചകിരിച്ചോറിലാണ് കൃഷി. ഇനി വേണ്ടത് ട്രേയാണ്. ട്രേയുടെ ഏതാണ്ട് പകുതി ഭാഗം ചകിരിച്ചോർ കൊണ്ട് നിറയ്ക്കുക. ഇതിനെ സ്കെയിൽ പോലുള്ള എന്തെങ്കിലും കൊണ്ട് ഒരേ നിരപ്പിലാക്കി വേണം ട്രേ ഒരുക്കാൻ. എന്നിട്ട് വെള്ളം നനച്ച് ഈർപ്പമുണ്ടാക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞാൽ വിത്ത് വിതയ്ക്കാം. ട്രേയുടെ വലിപ്പമനുസരിച്ച് അധികം ഇടവിടാതെ വിത്തുകൾ നിരത്തി വിതരണം. ഇപ്പോൾ ഇവിടെ പയർ വിത്തുകളാണ് വിതയ്ക്കുന്നത്. വിത്ത് നിരത്തി കഴിഞ്ഞാൽ അതിനു മുകളിൽ ചകിരിച്ചോർ വീണ്ടും ഒരു നിര കൂടി വിതരണം. വിത്ത് പൂർണ്ണമായും മൂടിക്കിടക്കണം. അതും നേരത്തെ ചെയ്ത പോലെ ഒരേ നിരപ്പിൽ ആയിരിക്കുകയും വേണം. സാധാരണഗതി ചെയ്യുന്നത് പൂവാലി കുഴിക്കാതെ സ്പ്രെയർ കൊണ്ട് മിസ്റ്റ് പോലെ ആവശ്യമുള്ളൂ. ഇനി വെള്ളമൊഴിക്കേണ്ടത്, വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല. ഈർപ്പം മുകളിലേക്ക് ഇതിലേക്ക് വലിഞ്ഞു പൊയ്ക്കോളും, ഈ ചകിരിച്ചോറിലേക്ക് വലിച്ചെടുത്തോളും. ഇനി വേണ്ടത് കടലാസ് ഉപയോഗിച്ച് ട്രേ ഒന്ന് മൂടി വയ്ക്കലാണ്. പുറത്ത് ചെറിയ കമ്പോ കമ്പിയോ വയ്ക്കുന്നതോടെ നടിയിൽ പണി പൂർത്തിയാകുന്നു. ഇത്രയും വർക്ക് ചെയ്ത് മാറ്റി എവിടെ വേണേലും വയ്ക്കാം. വെയിലുള്ളിടത്തോ വെയിലില്ലാത്തടത്തോ കാർ പോർച്ചിലോ നമ്മൾ സിറ്റ് ഔട്ടിലോ എവിടെ വേണേലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മുള വന്നിരിക്കും. മുള വന്നു കഴിഞ്ഞാൽ പിന്നെ പേപ്പർ അവിടെ വയ്ക്കാൻ പാടില്ല. പേപ്പർ എടുത്ത് പൊക്കി എയറും സൂര്യ അല്പമെങ്കിലും ലൈറ്റും കിട്ടത്തക്ക രൂപത്തിൽ വയ്ക്കുക. മുളയെടുത്ത് തുടങ്ങുമ്പോൾ ചെടിക്ക് മുകളിൽ ചകിരിച്ചോറിന്റെ അംശം വന്നാൽ ഒന്ന് മാറ്റിക്കൊടുത്താൽ മാത്രം മതി. ട്രേയിലേക്ക് വളമോ വെള്ളമോ ഒന്നും നൽകേണ്ടതില്ല. വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഈ ചകിരിച്ചോറൊന്നും ഈർപ്പം വിട്ടുപോകുന്നില്ലല്ലോ. വലിയ വെയിലത്തിരുന്നാൽ കുറയുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പ് ആ ഈർപ്പം ഒരാഴ്ച വരെ ഇതിനകത്ത് നിൽക്കും. ആ ഒരാഴ്ച കൊണ്ട് ആദ്യ സ്റ്റേജിൽ നമ്മൾ എടുത്തുപയോഗിച്ച് കഴിയും. സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും തണുപ്പ് കുറവെന്നുണ്ടെങ്കിൽ മാത്രം സ്വല്പം വെള്ളം മിസ്റ്റ് പോലെ കൊടുത്താൽ മതി. 3 ഘട്ടങ്ങളിലായാണ് ട്രേയിൽ ചെടി വളരുന്നത്. വിത്തിന്റെ പഴക്കമനുസരിച്ച് വളർച്ചയിൽ വ്യത്യാസമുണ്ടാകും. എങ്കിലും 2-3 ദിവസത്തിനകം ആദ്യഘട്ടം കാണാൻ കഴിയും. പോഷകാംശങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ കുരുന്നു ചെടിയെ പച്ചയ്ക്ക് കഴിക്കാൻ തന്നെ സ്വാദാണ്. ഇത് തന്നെ കറിയായിട്ട് ഉപയോഗിക്കാം.
കടുക് താളിച്ചിട്ട് ചീനച്ചട്ടി കടുക് താളിച്ചിട്ട് ഈ പയർ ഇതേ സഹിതം ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി. ഇളക്കി വാങ്ങുക, അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത ഘട്ടത്തിലെത്തിയ ഇതേ പയർച്ചെടി ഒരാഴ്ച പ്രായമായത്. സെക്കൻഡ് സ്റ്റേജില് പയറിന്റെ പരിപ്പ് ചൊങ്ങുകയും ഇല ആദ്യത്തെ 2 ഇല വരികയും ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് വേര് സഹിതം പറിച്ച് കറിക്ക് ഉപയോഗിക്കാം. 2 ആഴ്ചയോടടുക്കുമ്പോൾ ഈ ചെടി വേഗം വളർന്ന് ഇലകൾ നന്നായി വിരിക്കും. ഇലക്കറിയാക്കി തീന്മേശയിലെത്തിക്കാൻ പറ്റിയ സമയം. പയറിന്റെ 3ാമത്തെ സ്റ്റേജ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള വളർച്ചയ്ക്ക് സൂര്യപ്രകാശം കുറച്ച് ആവശ്യമാണ്. അങ്ങനെയുള്ളവർ അങ്ങനെ ഉപയോഗിച്ച് എടുക്കാം. ഇതിപ്പം 3ാമത്തെ സ്റ്റേജ് ആയിരിക്കുകയാണ്. ഇപ്പോഴിത് വെട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുക. പയർ മാത്രമല്ല 26 ഇനം ചെടികളെ ഇതേ രൂപത്തിൽ വളർത്താമെന്ന് ആൻഡ്രൂസ് തെളിയിച്ചു. ഗോതമ്പും തിനയും കടലയും ഉഴുന്നും നിലക്കടലയും മുതിരയും ചീരയും മല്ലിയുമൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടും. ഇലക്കറികളായി ഉപയോഗിക്കാവുന്ന ഒട്ടുമിക്ക ചെടികളും ഇതിനകം ട്രേയിൽ വിളവെടുത്തു കഴിഞ്ഞു. വെണ്ടയും തക്കാളിയും പോലെ ഫലങ്ങൾക്ക് മാത്രമായി വളർത്തുന്ന ചെടികൾ ഇതിൽ വളർത്തിയിട്ട് കാര്യമില്ല. ഇത് വിജയിക്കും എന്ന് കണ്ട് ബാക്കി കേരളത്തിലെ വീട്ടമ്മമാർക്ക് ഇത് പ്രയോജനമാകാം, സൊസൈറ്റിക്ക് അഭിമാനമാകും. ഇതൊക്കെ കരുതി പെട്ടെന്ന് ശരിയാക്കിയത്. കഴിഞ്ഞ ഫ്ലവർ ഷോയ്ക്ക് ഞങ്ങൾ 47 ട്രേയില് വെജിറ്റബിളിങ്ങിന് ഇതുപോലെ കൃഷി ചെയ്ത് പബ്ലിക്കിന് കാണത്തക്ക രൂപത്തിൽ വെച്ചു. പലരും ഡെയിലി ഇങ്ങനെ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കുന്നത്, ഇതെങ്ങനെ ഇത് കൃഷി ചെയ്ത് പ്രയോജനപ്പെടുത്താം. പലരും ഇപ്പം തന്നെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ട്രേ കൃഷിയുടെ ശാസ്ത്രം ലളിതമാണ്. വളർച്ചയുടെ ആദ്യഘട്ടത്തിനു വേണ്ട സകല ഘടകങ്ങളും ഒരു ചെടി അതിന്റെ വിത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അതുപയോഗിച്ച് വളരുന്ന ചെടിയെ പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് തന്നെ ഇവിടെ ഭക്ഷണമാക്കി മാറ്റുന്നു. വിത്തിട്ട് 3ാം ദിവസം മുതൽ 2 ആഴ്ച വരെയുള്ള വളർച്ചയിൽ ചെടികളെ പച്ചക്കറിയായും ജ്യൂസായും ഉപയോഗിക്കാൻ കഴിയും. വാല്യൂ ധാതു ലവണങ്ങളും ഇത് പോഷകമൂല്യവും വളരെ കൂടുതലാണ്. മറ്റ് സാധാരണ നമ്മൾ ഉഴുന്ന് കഴിക്കുന്നതിന്റെ ഒരു 4 ഇരട്ടി, വിദഗ്ധാഭിപ്രായം 4 ഇരട്ടി കൂടുതൽ പോഷകമൂല്യം ഈ തൈ കിളുത്തു വരുന്നുണ്ട്. അത് പയറിനും ഉഴുന്നിനും എല്ലാം അങ്ങനെയാണ്. കടലയ്ക്കും എല്ലാം അങ്ങനെ പോഷകമൂല്യം കൂടുതലായിട്ടുണ്ട്. ഒരു ട്രേയിലെ വിളവ് കൊണ്ട് ഒരു ചെറിയ കുടുംബത്തിന് 2 നേരമെങ്കിലും കറിയുണ്ടാക്കാനാകും. വിഷാംശം തീരെയില്ലാത്ത ഇലക്കറികൾ സ്വന്തമായി ഉണ്ടാക്കുന്നതിന് വിലയിടാൻ കഴിയില്ലെങ്കിലും ചെലവിന്റെ കാര്യവും പരിശോധിക്കണം. ചെലവ് കാര്യമായ ചെലവില്ല. ആദ്യ ട്രേ വാങ്ങിക്കുക, അതിന് വരുന്ന ഒരു ട്രേ 25 രൂപ മുതൽ 100 രൂപ വരെയുള്ള ട്രേ കിട്ടും. അത് ഒരു 1.5 കിലോ 2 കിലോ പച്ചക്കറിയുടെ വിലയാകുന്നുള്ള ഒരു ട്രേ വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 20 ഇത് വെയിലത്ത് വയ്ക്കുന്നില്ല. വെയിലത്ത് വെക്കാത്ത പ്ലാസ്റ്റിക് ട്രേ ആയതുകൊണ്ട് 10 20 30 വർഷം ഉപയോഗിച്ചാലും ആ ട്രേ പിന്നെയും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മീഡിയം ഇതിന് ചകിരിച്ചോറാണ് ഉപയോഗിക്കേണ്ടത്. ചകിരിച്ചോറിനും വലിയ വിലയില്ലാതെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി മണ്ണോ രാസവസ്തുക്കളോ ചാണകപ്പൊടിയോ ഇതൊന്നും ആവശ്യമില്ല. കാർ ഷെഡിലോ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിലോ വരാന്തയിലോ എവിടെയും ട്രേ കൃഷി നടത്താം. ഇതുപോലുള്ള ചെറിയ സ്റ്റാൻഡുകൾ തയ്യാറാക്കിയാൽ ഒരുപാട് ട്രേകൾ ഒരുമിച്ച് ഒതുക്കത്തിൽ സൂക്ഷിക്കാം. വീട്ടിനുള്ളിലും സ്വീകരണ മുറിയിലും അലങ്കാര ചെടിക്ക് പകരമായും ട്രേയിലെ ചെടികൾ ഒരുക്കി വയ്ക്കാം. വീടിന്റെ സൗകര്യം അനുസരിച്ച് ട്രേയുടെ വലിപ്പവും കുറയ്ക്കാം. സൗകര്യം ഇല്ലെങ്കിൽ ചെറിയ ട്രേ എടുക്കുക. പിന്നെ ഓരോരുത്തർ വീട്ടിലെ അംഗങ്ങളുടെ കണക്ക് ഇതെല്ലാം അനുസരിച്ച് ട്രേ നമ്മളുടെ ഐഡിയയും കൂടി ഏകതായാലും നമ്മൾ പ്രയോഗിക്കാതെ ഒരു കാര്യവും വിജയിക്കുകയില്ല. ഒരു വിളവിന് ശേഷം വീണ്ടും അതേ ട്രേയിൽ വിത്ത് വിതയ്ക്കാം. ഒരേ ചകിരിച്ചോർ 8 തവണ വരെ കൃഷിക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാലുമുണ്ട് ചകിരിച്ചോറ് കൊണ്ട് ഗുണം. ആ മീഡിയം നമ്മൾ കൂട്ടിയിടുക. എവിടെയെങ്കിലും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ചാണകപ്പൊടിയും ബാക്കി വളങ്ങളും എന്തെങ്കിലും കമ്പോസ്റ്റോ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ ബാക്കി ചെടിച്ചട്ടിയിൽ നടുന്നതിനോ ബാക്കി പുറത്ത് കൃഷി ചെയ്യുന്നതിനോ ഒക്കെ ഇതിന്റെ വേരുകളിൽ പയറിന്റെ വേരിലൊക്കെ നൈട്രജൻ കൂടുതലുണ്ടല്ലോ. ആ നൈട്രജൻ എല്ലാം പ്രയോജനപ്പെടുത്തി നല്ലൊരു പൂച്ചെടി വളർത്തുന്നതിനും മറ്റു കൃഷിക്കും നല്ലൊരു മീഡിയാക്കി ഇത് മാറ്റുകയും ചെയ്യും. വിത്ത് വാങ്ങുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം. അധികം കാശ് പോകാതിരിക്കാൻ നോക്കണം. വലിയ വിത്താണെങ്കിൽ വിതയ്ക്കും മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കാനും ഓർക്കണം. കടകളിൽ കിട്ടുന്ന വിത്തെടുക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചെലവ് കൂടും. അത് വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ പയർ വിത്ത് കിട്ടുകയാണെങ്കിൽ അത് സാമ്പിളായിട്ട് ഒരു 8-10 എണ്ണം പാകി നോക്കുക. അതിലൊരു 7-8 എണ്ണം കിളുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട്
ആ വിത്ത് തന്നെ ഉപയോഗിക്കാം. പ്രധാനപ്പെട്ട പല കടകളിൽ ഇപ്പോഴേ സീഡ് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന കമ്പനികളുണ്ട്. പുതിയ വിത്ത് വരുത്തിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഉഴുന്ന് സാധാരണ കടകളിൽ കാണുകയില്ലാത്തതാണ്. നമുക്കത് ഉഴുന്ന് കിട്ടിയത് കടക്കാരോട് പറഞ്ഞപ്പോൾ അവരത് വരുത്തി തരികയായിരുന്നു. ലളിതവും അനായാസവുമായ ട്രേ കൃഷി കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന തരത്തിലാണ് ആൻഡ്രൂസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ കൃഷിയെ പ്രണയിച്ച ആൻഡ്രൂസ് അധ്യാപന ജീവിതത്തിന് ശേഷം പൂർണ്ണമായും കാർഷിക പ്രവർത്തനങ്ങളിൽ മുഴുകിയ ആളാണ്. കൃഷിപ്പഴമയുടെ വാശികളല്ല, വരും തലമുറകൾക്ക് കൂടി വേണ്ടിയുള്ള പുതുമകളിലാണ് ഇദ്ദേഹത്തിന്റെ അന്വേഷണം. നമ്മൾ എപ്പോഴും പുതുമയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് വിചാരിച്ച് പഴയത് നല്ലതാണെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും പുതുമ എപ്പോഴും ഇതുകൊണ്ടൊന്നും പുതുമ തീരുന്നില്ലല്ലോ. പുതുമ ഒരിക്കലും തീരാത്തൊരു കാര്യം. ട്രേ കൃഷി പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ട് 3 മാസമാകുന്നതേയുള്ളൂ. ഫ്ളാറ്റുകളിലും ചെറു വീടുകളിലും ഇതിനകം ഈ രീതി പരീക്ഷിച്ച് വിജയിച്ചവരുടെ പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഊർജം. പുതിയ പാഠങ്ങളിലേക്ക് കടക്കാനുള്ള ആവേശവും. ഹാങ്ങിങ് ട്രേ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഈ തഴുതാമ അതുപോലുള്ളതെല്ലാം ഹാങ്ങിങ് പോട്ട്സിൽ നമ്മൾ ചെടി വളർത്തുന്ന പോലെ തന്നെ വീടിന്റെ പരിസരത്ത് നമുക്ക് കെട്ടിത്തൂക്കിയിട്ട് ഈ പച്ചക്കറി പലതും അങ്ങനെ വളർത്താവുന്നതാണ്. തഴുതാമയ്ക്കൊക്കെ വളരെയേറെ മൂല്യമുണ്ട്. അതുപോലുള്ളതും കൂടെ പരീക്ഷിച്ച് നോക്കാൻ പോവാണ്. ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനുള്ള കണ്ണും അവയ്ക്ക് പരിഹാരമുണ്ടാക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആശയങ്ങൾ തനിയെ വന്നുകൊള്ളുമെന്ന് ആൻഡ്രൂസിനറിയാം. കാർഷിക ആശയങ്ങൾക്കായുള്ള ആ വിശപ്പിന് മാത്രമേ ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാനാകൂ എന്ന്. ആൻഡ്രൂസിനോട് സംശയങ്ങൾ നേരിട്ട് ചോദിക്കാം. വിലാസം ശ്രദ്ധിക്കുക. NK ആൻഡ്രൂസ്, അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി, കോട്ടയം. ഫോൺ നമ്പർ 9447071641.